നാളും ട്രീറ്റ്മെൻറ്റ് എടുത്തു, IUI ചെയ്തു, ഒന്നും പോസിറ്റീവ് ആയില്ല. ഒരു മാസം മെഡിസിൻ നിർത്തിയപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നല്ല വേദന എന്ന് പറഞ്ഞാൽ നല്ല വേദന. ഞാനിങ്ങനെ ഇങ്ങനെ ഞെക്കി പീരീഡ്സ് ആക്കണം, അങ്ങനെ ഞാൻ വയറെ പിടിച്ച് പ്രസ് ചെയ്യുക വരെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ അത്രയ്ക്ക് എനിക്ക് വേദന കൊണ്ട് വയ്യ. നമുക്ക് പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ അത്ര വേദനയില്ല, അതുപോലത്തെ ഒരു വേദന. അപ്പം അന്നത് രാത്രി 3 മണിക്കാണ് സബാൻ ഡോക്ടറെ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻഫെർട്ടിലിറ്റി ടു ഫെർട്ടിലിറ്റി ഒരു ജേണി ആയിരുന്നു അത് എൻ്റെ ലൈഫിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ ഈ വീഡിയോ ഇപ്പം കുട്ടികളുണ്ടാകാത്ത ഇരിക്കുന്നവരോ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നവരോ ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. നല്ലൊരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നല്ലൊരു ഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ കുറേ ഹോസ്പിറ്റലിലും ഈ ഒരു 7 ഇയേഴ്സിനിടയ്ക്ക് ഒത്തിരി ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ പോയിട്ട് ലാസ്റ്റ് എനിക്കൊരു സക്സസ് വന്ന സ്ഥലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്ന് കാണാം. അപ്പം പറയുമ്പം ആദ്യം തൊട്ട് പറയണം. അപ്പം മാരേജിന് മുമ്പ് തൊട്ട് ഇപ്പം പീരീഡ്സ് ആകുന്നത് തൊട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മളിതിൽ ആഡ് ചെയ്ത് പറയാൻ. അപ്പം പീരീഡ്സ് ആയ ടൈം തൊട്ട് എനിക്ക് അങ്ങനെ റെഗുലർ പീരീഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ എൻ്റെ അമ്മയ്ക്കാണേലും അങ്ങനെയാണെന്ന് പറയും. ചിലപ്പോൾ 60 days ഒക്കെ ഗ്യാപ്പ് വരും. കറക്റ്റ് ആ ഒരു 28 days ഒരു കറക്റ്റ് 1 month അങ്ങനെ ആ ഒരു ഗ്യാപ്പ് അല്ലായിരുന്നു എനിക്ക്. ഇങ്ങനെ നല്ലൊരു ഗ്യാപ്പ് ചിലപ്പം കറക്റ്റായിട്ടാവും, ചിലപ്പം 2 മാസം. അപ്പോൾ നമ്മളതൊന്നും ആ സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. പിന്നെ കുറച്ചൊക്കെ ആയി, കോളേജൊക്കെ ആയപ്പം ഇങ്ങനെ ആയുർവേദമൊക്കെ അമ്മയൊക്കെ വാങ്ങിത്തരുമായിരുന്നു. എന്തെങ്കിലും അരിഷ്ടമൊക്കെ കറക്റ്റ് ആവാനും അങ്ങനെയുള്ളത്. നമ്മൾ ഇംഗ്ലീഷ് മരുന്നിലേക്കോ അങ്ങനെ വേറെ ഡോക്ടറെ കണ്ട് അങ്ങനെയൊന്നും മെഡിസിനോ ട്രീറ്റ്മെൻറ്റോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വരുന്നത് മാരേജ് കഴിഞ്ഞു. ഞങ്ങൾ ഉടനെ ഒന്നും പിള്ളേർ വേണ്ട, 2 വർഷം മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിന്നത്. അപ്പോൾ പിന്നെ അന്നാരും നമ്മളിത് വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, കാര്യമായിട്ട് എടുക്കുന്നില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നാരും പീരീഡ്സ് ഇറഗുലറാണ്. കറക്റ്റ് 1 month നമ്മൾ ഒരു അധികം വന്നാൽ മതിയല്ലോ, നമുക്ക് അത്രയും പ്രശ്നമില്ലല്ലോ എന്നുള്ള ഇതിലാണ് നിന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിതൊരു 2 years കഴിഞ്ഞു, 3 years കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ല. 4 year ഒക്കെ ആയപ്പോൾ 1-2 വീടിനടുത്തുള്ള ഡോക്ടേഴ്സിനെയൊക്കെ ഗൈനക്കിനെയൊക്കെ ഒന്ന് ജസ്റ്റ് കൊണ്ട് കാണിച്ച് ഫുൾ നോക്കുമ്പം അവർ പറയും എന്തെങ്കിലും ഒരു ടാബ്ലറ്റ്, എന്തെങ്കിലും ഓവുലേഷൻ ഉണ്ടാകാനൊക്കെ അങ്ങനെ തന്നിട്ട് നോർമലി കൺസീവ് ആവട്ടെ എന്നുള്ള രീതിയിൽ അവരും നമ്മൾ സ്കാനിങ്ങിലേക്കെന്നുള്ളൊരു ഘട്ടത്തിലേക്കൊന്നും പോയിട്ടില്ല. നോർമൽ മെഡിസിൻ ആദ്യമേ നമ്മളൊരു ക്ലിനിക്കിൽ പോയി കാണിക്കുന്ന പോലെ, അത്രയേ ഉള്ളൂ. പിന്നെ ഇച്ചിരി സീരിയസ് ആയത് ഒരു 4 years കഴിഞ്ഞപ്പം നമുക്ക് വന്നിട്ട് അങ്ങനെ നമ്മളത്ര കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ വീട്ടിൽ പേരൻസ് പറയും നല്ല ഡോക്ടറെ കാണിക്കുക, ഇത്ര ആയില്ലേ നോക്ക് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിർബന്ധിക്കും. ആയിരുന്നെങ്കിലും നമ്മളൊരു കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നെ കുറച്ചുകൂടെ ആയപ്പോൾ നമുക്ക് തന്നെ ഇനിയൊരു ടൈമായി എന്ന് തോന്നിയപ്പോഴാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം എന്നും പറഞ്ഞ് ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഡോക്ടറെ വീട്ടിൽ പോയി കണ്ട് അവരൊരു ഇപ്പം PCOD ആണെങ്കിൽ ആയിരിക്കണം, അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. അപ്പോൾ അതിൽ എനിക്ക് എന്തോ ടാബ്ലറ്റൊക്കെ തന്ന് ഇത് ഓവുലേഷൻ ടാബ്ലറ്റൊക്കെ തന്ന്, അല്ലാതെ അവരും സ്കാനൊന്നും ചെയ്തൊന്നുമില്ല എൻ്റെ ഓർമ്മയിൽ. അങ്ങനെ ആ മരുന്നൊക്കെ കഴിച്ചു തന്നിട്ട് ഒന്നും ആയില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ട്രാവൽ ചെയ്യുവാണ്, ജോലിയുടെ ഭാഗമായിട്ട് ബാംഗ്ലൂർ അങ്ങനെ മാറി നിൽക്കുക. പിന്നെ നമ്മുടെ വീടിനടുത്തുള്ളൊരു ഹോസ്പിറ്റൽ, അത് മെയിൻലി ഫോർ പ്രഗ്നൻസി ആണ്. പിന്നെ നമ്മൾ അവിടെ തന്നെ ഫെർട്ടിലിറ്റിയുടെ അതായത് എല്ലാം ഉണ്ട്, IVF-ഉം ഒക്കെ ചെയ്യുന്ന സ്ഥലം. അപ്പം അവിടെ കാണിക്കാമെന്നും പറഞ്ഞ് നമ്മൾ അവിടെ പോയപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ അപ്പോൾ ആദ്യം പറയുന്നത് സ്കാൻ ചെയ്തപ്പം ഇതുപോലെ PCOD ആണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഓവുലേഷൻ നടക്കാനുള്ള ട്രീറ്റ്മെൻറ്റും തന്നു. അപ്പം മരുന്ന് കഴിക്കുമ്പോൾ പീരീഡ്സ് ആവും. ആദ്യം ചെയ്യുന്നത് അങ്ങനെ, എല്ലാ ട്രീറ്റ്മെൻറ്റിലും ആദ്യം ചെയ്യുന്നത് നമ്മളൊരു പീരീഡ്സ് ആകാനുള്ള മരുന്ന് തരും. 5 days കഴിച്ച് കഴിഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്ത് 2 days നമുക്ക് മെൻസസ് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓവുലേഷൻ ഉണ്ടാകാനുള്ള ടാബ്ലറ്റ് വരും. ഓവുലേഷൻ നടക്കുന്ന സമയം ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോർമലി നോക്കുക. എന്നിട്ട് വന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കുക. അല്ല, അവർ പറയും ഫോളിക്കിൾ ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു സ്കാനിങ് ഉണ്ട്. അത് കഴിഞ്ഞ് പറയും എത്ര ദിവസം കഴിയുമ്പോൾ ട്രൈ ചെയ്യുക. അങ്ങനെയൊക്കെ ആയിരുന്നു ആ ട്രീറ്റ്മെൻറ്റ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം 3 times ഒക്കെയാണ് മാക്സിമം ഒരു നോർമൽ മിക്ക ഹോസ്പിറ്റലിൽ നോക്കാം. പിന്നെ നമുക്ക് പറയാം വേണ്ട ഡോക്ടറെ നമ്മൾ നോർമൽ തന്നെ നോക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് പോവാം. പക്ഷേ നമ്മൾ ഓൾറെഡി 4.5 ആയി ഓൾമോസ്റ്റ്. അപ്പോൾ നമ്മൾ എന്നെ പറഞ്ഞു എങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോവാം എന്നുള്ള രീതിയിൽ നമ്മൾ IUI ചെയ്തു. IUI ചെയ്യുമെന്ന് പറയുന്നത്
IUI ചെയ്തിട്ട് ആദ്യം ഇതുപോലെ തന്നെ ഒരു മാസം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സെയിം സർക്കിൾ പീരീഡ്സ് ആവുന്നു, വന്നിട്ട് ഓവുലേഷൻ ഉണ്ടാകാൻ നോക്കുന്നു. അങ്ങനെ ഒരു IUI കഴിഞ്ഞു. ആ IUI കഴിഞ്ഞ് വന്നിട്ട് അതിന് പിന്നെ നമുക്ക് പീരീഡ്സ് ഒക്കെ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. അതല്ല, അത് കഴിഞ്ഞ് 2 IUI കഴിഞ്ഞു, 3ാമത്തെ IUI കഴിഞ്ഞു. അപ്പോൾ ഈ IUI കഴിഞ്ഞാലും അങ്ങനെ പ്രത്യേക റെസ്റ്റും കാര്യങ്ങളും ഒന്നും അവർ പറയുന്നില്ല. നമ്മൾ നോർമൽ പോലെ ഇപ്പം ഞങ്ങൾ റൂമാണെങ്കിൽ മുകളിലാണ്, സ്റ്റെപ്പ് കയറി മുകളിൽ വരണം കിടക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കും കുഴപ്പമുണ്ടോ? അപ്പോൾ അങ്ങനെ റെസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നോർമലി നിങ്ങൾ ഫങ്ഷൻ ചെയ്യുന്ന പോലെ തന്നെ മതി. പക്ഷേ എന്നാലും ഇച്ചിരി റെസ്റ്റ് എടുക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്തെങ്കിലും നമുക്കൊരു ഫാമിലി ഫങ്ഷനോ കാര്യങ്ങളോ ഫ്രണ്ട്സോ എന്തെങ്കിലും ആയിട്ട് ഈ IUI കഴിയുന്ന ഒരു 1 വീക്ക് നമുക്ക് ഉണ്ടായി. അങ്ങനെ ഈ 3 വട്ടം നമുക്ക് അങ്ങനെ, എനിക്ക് ഉള്ളിൽ തോന്നുന്നു അങ്ങനെ ആയിരിക്കണം. ചിലപ്പോൾ ഇനി അതൊന്നും അല്ലെങ്കിലും ആവാതിരിക്കാം. അങ്ങനെ 3 IUI കഴിഞ്ഞു. പിന്നെ അവർ ചെയ്യുന്നത് IVF ആയിരിക്കും. അപ്പോൾ അതിന് കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അപ്പം അപ്പോഴത്തേക്കും ഞങ്ങൾ ഇതുപോലെ വേറെ എല്ലാവരും ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ പറയുമല്ലോ. ഇപ്പം നമുക്ക് പിള്ളേരില്ല എന്ന് അറിയുമ്പോൾ തന്നെ ആൾക്കാർ കാണുമ്പോൾ പറയുന്നത് അവിടെ ഒരു ഡോക്ടറുണ്ട്, ഇവിടെ ഒരു ഡോക്ടറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അറിയാം. പക്ഷേ ഇത് നമ്മുടെ ഒരു കസിൻ തന്നെ 10 years ആയിട്ട് അത് കുട്ടികളില്ലാതെ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി അവർ IVF ചെയ്ത, പക്ഷേ കുട്ടികളായി. അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു, എടാ നീ എന്തായാലും ഇത്രയും നോക്കിയതല്ലേ, ഇവിടെ കൂടെ ഒന്ന് പോയി കാണിക്കുക, എന്നിട്ട് നിങ്ങൾ IVFലേക്ക് പോയാൽ മതി, നിങ്ങൾക്ക് അത്ര ഏജ് ഇല്ലല്ലോ, ഒന്ന് പോയി കാണിച്ച് നോക്കുക. ചേച്ചി 10 years കഴിഞ്ഞു, ചേച്ചിക്ക് ഏജും ഉണ്ട്. അപ്പം ചേച്ചി പറഞ്ഞെങ്കിൽ ഒന്ന് കാണിച്ച് നോക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് ചേച്ചി നമ്പറും ഇതെല്ലാം എനിക്ക് എടുത്തു തന്നു. അപ്പോൾ ഞാൻ വിളിച്ചു, അപ്പോയിൻമെൻറ്റ് എടുത്തു. അപ്പോൾ ഇത് മൂവാറ്റുപുഴയിലെ സബൈൻ എന്നൊരു ഹോസ്പിറ്റലാണ്. ഡോക്ടറുടെ പേരും സബൈൻ തന്നെയാണ്. അപ്പം ആ ഹോസ്പിറ്റലിലെ കാര്യം ഞാൻ പറയാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഫുൾ പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ സബൈൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു, മെനക്കെട്ട പരിപാടിയാണ്, കുറച്ച് നല്ലപോലെ വെയിറ്റ് ചെയ്താലേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച്. പക്ഷെ നമ്മുടെ വിചാരം നമ്മൾ ആ സ്റ്റേജൊന്നും ആയില്ല, ഇച്ചിരി കഴിയട്ടെ എന്നും പറഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ പുറമേ കാണുന്നവർക്ക് നമ്മൾ അത്രയും ഇതായിപ്പോൾ എനിക്കും അപ്പം എനിക്കും ഏകദേശം 30 ആയി. 30 കഴിഞ്ഞപ്പോഴാണ് 30 ആയി, ട്രീറ്റ്മെൻറ്റ് പോകുന്നത് 30 ആയി. അപ്പം ഇനിയും ലേറ്റ് ആക്കണ്ട എന്നുള്ള ഇതിൽ എങ്കിൽ ഓക്കെ പോകാം എന്തെങ്കിലും വിചാരിച്ചിട്ട് പോകാം. അപ്പോയിൻമെൻറ്റ് എടുത്തു. അപ്പോൾ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടി. നമ്മൾ ചെല്ലുക, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മൾ ആ ഡോക്ടറെ കാണുന്നത് രാത്രി 3 മണിക്കാണ്. സബൈൻ ഡോക്ടറെ കാണുന്നത്. അപ്പം അവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. ഡോക്ടറെ കാണണമെങ്കിൽ ഡോക്ടർ ഫുൾ ഡേ ഉണ്ടാവും. ഫുൾ ഡേ എന്ന് പറയുന്നത് നൈറ്റ് ഡേ എല്ലാം പുള്ളി ഉണ്ടാവും. അപ്പം നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന നമ്മൾ ഈ ഒരു വട്ടം മാത്രമേ മെയിൻ ഡോക്ടർ കാണുന്നുള്ളൂ. നമ്മൾ കാണുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. പുള്ളി അതൊരു അനലൈസ് ചെയ്തിട്ട് എന്താണ് വേണ്ടത്, എന്ത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതെന്നുള്ളത് എഴുതി തരുന്നു. പിന്നെ നമ്മൾ ഈ ഡോക്ടറെ കാണുന്നേ ഇല്ല. ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സൊക്കെ കാര്യങ്ങളും ബാക്കിയെല്ലാം നടക്കുവാണ്. പിന്നെ വേറെ ഡോക്ടേഴ്സിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സബൈൻ ഡോക്ടറാണ് ഇവിടുത്തെ മെയിൻ. അപ്പം നമ്മൾ പുള്ളിയെ കാണാൻ പോയിട്ട് നമ്മൾ രാത്രി 3 മണിയായി നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇതുപോലെ നേരത്തെ പ്രീവിയസ് സ്കാനിങ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ കാണുന്നതിന് മുമ്പ് അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ അവർ പറയും നിങ്ങൾ ഇത്ര നേരത്തെ വരണം, എന്നിട്ട് അതിന് മുമ്പ് ഇത്ര ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഇത്ര സ്കാനിങ് ചെയ്യണം, ഇതെല്ലാം ചെയ്ത് നമ്മൾ പ്രിപ്പയർ ആയിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത്. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഇല്ലെങ്കിൽ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഒബ്വിയസ്ലി സ്കാൻ നോക്ക് എന്നിട്ട് വാ അങ്ങനെ. അപ്പോൾ അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ഇല്ല. ഇതെല്ലാം നമ്മൾ കണ്ട് സെറ്റ് ചെയ്ത് എന്താണ് നമ്മുടെ ലാസ്റ്റ് ഇതാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്. ആ വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിത് പ്രഗ്നൻസി റിലേറ്റഡ് വേണ്ട എല്ലാ കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റ്, തൈറോയ്ഡ് എല്ലാം. എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് അങ്ങനെ തൈറോയ്ഡ് ഉള്ളത് എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴും അറിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം ഡോക്ടർ ഇതുപോലെ നോക്കിയിട്ട് പറഞ്ഞു PCOD ആണ്, ഒരു കാര്യം ചെയ്യ്. അപ്പം കൗണ്ടിനൊന്നും കുഴപ്പമില്ല, സ്പേം കൗണ്ടിനൊന്നും കുഴപ്പമില്ല, ഇത് PCOD ആണ്. നമുക്ക് ഒരു ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് നോക്കാം, എന്നിട്ട് സിസ്റ്റ് ഇപ്പോൾ കാണുന്നില്ല, എന്നാലും നമുക്ക് നോക്കാം, ഒന്ന് യൂട്രസ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു കീഹോൾ സർജറിയാണിത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കൊരു പേടിയായി. ചെന്നപ്പോഴേ ഇങ്ങനെ കണ്ട് സർജറി എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി. പിന്നെ അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് തൈറോയിഡ് ഉള്ളതായിട്ട്. അപ്പോൾ ഇത്രയും നാളത്തെ ഹിസ്റ്ററിയിൽ എനിക്ക് തൈറോയിഡ് ഇല്ല, അങ്ങനെ വീട്ടിലാർക്കും ഇല്ല. അങ്ങനെ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല തൈറോയിഡ് ഉള്ളതായിട്ടുള്ളൊരു സിംറ്റംസാണ്, നമുക്ക് അറിയത്തില്ലായിരുന്നു. തൈറോയിഡ് ഉണ്ട്, അതും ഭയങ്കര വലിയ എന്തോ ഒരു 17-18 തൈറോയിഡ് ഉണ്ട്. ആ ഒരു റീഡിങ്ങിലുണ്ടായിരുന്നു തൈറോയിഡ്. അപ്പോൾ തൈറോയിഡിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു.
അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വന്ന് നിങ്ങൾ ഈ സർജറി അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മെഡിസിൻ വെച്ച് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എങ്കിൽ നമുക്ക് ഇതുപോലത്തെ ആരും തന്നിട്ടില്ല അഡ്വൈസും, നമുക്ക് ചെയ്ത് നോക്കാം എന്തായാലും. ഇനി PCOD തന്നെ ആണെങ്കിൽ അങ്ങനെ ആവുന്നെങ്കിൽ മാറട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് പോകുന്നു. ഡേറ്റ് ഞാൻ ഫയലൊക്കെ എടുക്കണം കറക്റ്റ് പറയണമെങ്കിൽ. അപ്പം എല്ലാം പെട്ടെന്നായിരുന്നു. ഡോക്ടറെ കണ്ട് ഒരു വിത്തിൻ എ വീക്ക് തന്നെയായിരുന്നു നമുക്ക് ഈ സർജറി പറഞ്ഞു. കീ ഹോളാണ്, അധികം പെയിൻ ഒന്നും ഉണ്ടാവില്ല, അനസ്തേഷ്യൊക്കെ തന്നിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പ്രിപ്പയറായി വന്നു. ഒരു നൈറ്റ് അഡ്മിറ്റ് ആയാൽ മതി, ആ പിറ്റേ ദിവസം നിങ്ങൾക്ക് പോവാം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഹോസ്പിറ്റലൊന്നുമില്ല, ചെറിയ ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റൽ ചുറ്റും ഇങ്ങനെ ഇവിടെ ഇവിടെ പറഞ്ഞില്ല ഡോക്ടറെ കാണാൻ വരുന്നത് വെച്ച് ചടങ്ങാണ്. അപ്പം അത് അവർക്ക് വേണ്ടിയുള്ള ഹോം സ്റ്റേയും ഹോട്ടലും കാര്യങ്ങളൊക്കെയാണിത്. ഈ ഹോസ്പിറ്റലിൽ ചുറ്റിപ്പറ്റി തന്നെ കുറേ കെട്ടിടങ്ങളും അതിന് വേണ്ടി തന്നെ ഈ വലിയ വലിയ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ചുറ്റും ലോഡ്ജും അങ്ങനെയൊക്കെ ഇല്ല, അതുപോലത്തെ സെറ്റപ്പാണിത്. ഫുള്ള് നമുക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഒരു റൂം എടുത്ത് വെളിയിൽ. അപ്പോൾ എല്ലാവർക്കും കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഹോസ്പിറ്റലിൽ റൂമായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് റൂമില്ല, നമ്മളെ വാർഡിലാണ് തന്നെ കിടത്തിയത്. വെറുതെ ഒരു നൈറ്റ് ആയതുകൊണ്ടായിരിക്കണം. ഇനിയിപ്പോൾ പ്രഗ്നൻസിയുടെ ഒക്കെ ഉണ്ടാകുമ്പം റൂം ഉണ്ടായിരിക്കും, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അപ്പം ഞാൻ പ്രഗ്നൻസി അവിടെയല്ല കാണിച്ചത്, ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം സർജറി കഴിഞ്ഞു. സർജറിയുടെ അന്ന് രാവിലെ തൊട്ട് ഫുഡ് കഴിക്കാതിരിക്കണം, എന്നിട്ട് വൈകിട്ട് സർജറി ആയിരുന്നു. സർജറി കഴിഞ്ഞു. എനിക്കങ്ങനെ പെയിനും കാര്യങ്ങളൊന്നുമില്ല. പിറ്റേ ദിവസം നമ്മളിങ്ങോട്ട് പോന്നു. യൂട്രസൊക്കെ അപ്പം ഡോക്ടർ വന്ന് പറഞ്ഞു സിസ്റ്റൊന്നും ഇല്ലായിരുന്നു, ഫുള്ളൊന്ന് ക്ലീൻ ആക്കിയെന്നേ ഉള്ളൂ, സിസ്റ്റൊന്നും ഇല്ലായിരുന്നു, പേടിക്കാനും സിസ്റ്റൊന്നും അത്ര വലിയ സിസ്റ്റൊന്നും ഇല്ല, ഇനി ഒരു കുഴപ്പമില്ല, നമുക്ക് ഇനി മെഡിസിൻ കഴിച്ച് തുടങ്ങാം. അങ്ങനെ പിന്നെ ഒരു 1 മന്ത്, ആ മന്ത് പോട്ടെ, പീരീഡ്സ് ആവട്ടെ, നെക്സ്റ്റ് മന്ത് തൊട്ട് ടാബ്ലറ്റ്സ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഡോക്ടർ ഞങ്ങൾക്ക് ഇനിയിപ്പം ഉടനെ ഞങ്ങൾ ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. അപ്പം കണ്ടിന്യൂസ്ലി വന്ന് ടാബ്ലറ്റ് എടുത്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നമുക്ക് IUIയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ IUI നോക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് കുറേ ഇഞ്ചെക്ഷൻസ് ഒക്കെ തന്നു കേട്ടോ. അതെന്താണെന്ന് എനിക്ക് ഡീറ്റെയിൽ ചെയ്യാൻ പിന്നെ പറയാം, ഏതെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ കുറേ ഇഞ്ചെക്ഷൻ നമ്മൾ തന്നെ എടുക്കാനുള്ള ഇൻസുലിൻ ടൈപ്പിൽ ഇഞ്ചെക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അത് തൊടയിലൊക്കെ. അപ്പം ഈ നോർമൽ ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇഞ്ചെക്ഷനൊക്കെ എടുക്കണം കേട്ടോ. അപ്പം നല്ലപോലെ എടുത്തെടുത്തിട്ട് തൊടയിലൊക്കെ കുറേ കറുത്ത പാടായി ലാസ്റ്റ്. അപ്പോൾ അതുപോലെ 2-3 ടൈം ഞാനിപ്പോൾ ബാംഗ്ലൂർ പോകുന്നതുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞായിരുന്നു, ഡോക്ടർ വേണ്ട, നമുക്ക് ഡയറക്റ്റ് IUI നോക്കാം, ഇനി നമ്മൾ ഓൾറെഡി നോർമലി കുറേ നോക്കിയതാണ്, ഇപ്പോൾ സർജറി ചെയ്തെങ്കിലും കുറച്ചുകൂടെ IUI ചാൻസ് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ടും ഒരു IUI കഴിഞ്ഞു, അതും നെഗറ്റീവായി. രണ്ടാമത്തെ IUI കഴിഞ്ഞ് അതും നെഗറ്റീവായി. ഞാൻ ഓൾറെഡി പറഞ്ഞു ഡോക്ടർ ഓൾറെഡി 3 IUI കഴിഞ്ഞതാണ്, 3ാമത്തെ IUIയും കഴിഞ്ഞ് അതും പോയി. പിന്നെയുള്ള ഓപ്ഷൻ IVF ആണ്. അപ്പം IVFിലേക്ക് എത്തി നമ്മൾ ഓൾമോസ്റ്റ്. അപ്പോഴത്തേക്കും ഇതുപോലെ ഞങ്ങൾക്ക് ബാംഗ്ലൂർ പോകുന്ന ടൈമായി. അപ്പോൾ ഞാൻ ഈ മെഡിസിൻ കഴിച്ച് ഇഞ്ചെക്ഷൻ്റെ തൊട മുഴുവൻ കറുത്ത കുത്തി നമ്മൾ തന്നെ ഈ സ്കിന്നിൻ്റെ മുകളിലുള്ള ഇഞ്ചെക്ഷനാണ്, സ്കിന്നിലെടുക്കുന്നതാണ്. അപ്പം ഹസ്ബൻഡ് തന്നെ എടുത്താന്ന് പറഞ്ഞിരുന്നത്. ചിലപ്പോൾ ഒരു ഇൻസുലിൻ ടൈപ്പ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തെടുക്കും, അതത്ര നമുക്കൊരു പേടി തോന്നത്തില്ല. മറ്റേ നീഡിലെടുക്കുമ്പോൾ നമുക്കും അതിൻ്റെ ഉള്ളിലൊരു പേടി വരും, കുത്തുന്നതിൻ്റെ അല്ല, അത് കാണുമ്പോൾ ഉള്ളൊരു പേടി, അങ്ങനെയൊക്കെ. അപ്പം ബാംഗ്ലൂർ പോകാൻ ഓൾമോസ്റ്റ് എല്ലാം ആയി, ഞങ്ങൾ പോവുക. അപ്പം നമ്മൾ വിചാരിച്ചൊരു കാര്യം ചെയ്യും, ഇപ്പം എൻ്റെ മെഡിസിൻ തീർന്നു. അപ്പോൾ പിന്നെ പോയി മൂവാറ്റുപുഴ വരെ പോയി, പിന്നെ ഒരു കൊറിയർ അയച്ചു തരും, പക്ഷെ അതിലെളുപ്പം നമുക്ക് പോകുക. നമുക്ക് ഒരു 2 hours ട്രാവലുണ്ട്, എങ്കിലും കാണാനൊക്കെ നല്ല അടിപൊളി ഭംഗിയൊക്കെ അങ്ങനെ പോകുന്ന റൂട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്ത് പോകാനാണ് കൂടുതൽ ഇഷ്ടം. അന്നേരം പറഞ്ഞു വേണ്ട, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ബാംഗ്ലൂർ ചെന്ന് അവിടെ എവിടെയെങ്കിലും കാണിക്കാം നല്ല, അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് വന്നിട്ട് മെഡിസിൻ എടുക്കാം. അങ്ങനെ ഒരു ഇതായി, നമുക്കൊരു ഉള്ളിലൊരു വിഷമമായി, സർജറി ചെയ്തിട്ടും IUI ചെയ്തിട്ടൊന്നും ആവുന്നില്ലല്ലോ എന്നൊരു വിഷമം. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ പോയി. അപ്പോൾ ബാംഗ്ലൂർ ചെന്നപ്പം മെഡിസിനൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു, ആശ നമുക്ക് വിളിച്ചിട്ട് കൊറിയർ അയച്ചു തരാൻ പറയാം മെഡിസിൻ എന്നൊക്കെ. കുറച്ച് മെഡിസിൻ ഉണ്ടായിരുന്നു എനിക്ക് കഴിക്കാനുള്ളത്. അങ്ങനെ തീരുമാനിച്ചിരുന്നു. ചെന്ന് ഒരു 1 month കഴിഞ്ഞപ്പോൾ എനിക്ക് പീരീഡ്സ് ആവുന്നില്ല. അപ്പം ഞാനൊരു വീണ്ടും തുടങ്ങി. ആ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് റെഗുലറായി വന്നതാണ്. ഇനി ആ മെഡിസിൻ്റെ ഗ്യാപ്പ് വന്നുകൊണ്ടായിരിക്കണം വീണ്ടും പ്രശ്നമായല്ല ആശ്. അപ്പം എനിക്ക് നല്ല വേദന എന്ന് പറഞ്ഞാൽ പീരീഡ്സ് ആകാൻ ഇങ്ങനെ ആകുന്ന വേദനയുണ്ട് ഭയങ്കര. അപ്പം വേദന എന്ന് പറഞ്ഞാൽ നല്ല വേദന ഞാനിങ്ങനെ
എനിക്ക് പീരീഡ്സ് ആക്കണം അങ്ങനെ ഞാൻ വയറെ പിടിച്ച് പ്രസ് ചെയ്യുക വരെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ അത്രയ്ക്ക് എനിക്ക് വേദന കൊണ്ട് വയ്യ. നമുക്ക് പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ അത്ര വേദന ഇല്ല, അതുപോലത്തെ ഒരു വേദന. അപ്പം ഞാൻ പറയൂ എനിക്ക് വയ്യ. അപ്പം ഞാൻ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വൈനൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ എന്തെങ്കിലും വേണ്ടത് കുടിച്ചിട്ടെങ്കിലും ആകുന്നെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞ് വൈൻ വരെ ഞാൻ എടുത്ത് കുടിച്ചു ആ സമയത്ത്. അങ്ങനെ ചെയ്തു. പിന്നെ പൈനാപ്പിൾ കഴിച്ചു, ഡേറ്റ്സ് കഴിച്ചു. പിന്നെ ഞാൻ ഓർത്തു വീടിങ്ങനെ ഫ്ലാറ്റിൻ്റെ 2 ബ്ലോക്ക് അപ്പുറത്ത് ഒരു പുതിയ ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ തൽക്കാലം നമുക്ക് ഇവിടെ എങ്ങാനും പോയി കാണിച്ചിട്ട് പീരീഡ്സ് ആകാൻ, എനിക്ക് വേദന സഹിക്കാൻ വയ്യ, നമുക്ക് വേഗം ആകാനുള്ള മരുന്ന് വാങ്ങിക്കാം. അല്ലാതെ ആരും ആ മെഡിസിൻ തരത്തില്ലല്ലോ. നമുക്ക് പോയി കാണിച്ചിട്ട് ആകാനുള്ള മെഡിസിൻ വാങ്ങിക്കാം. എന്നിട്ട് നമുക്ക് പിന്നീട് ആരെങ്കിലും നല്ല ഡോക്ടറെ കണ്ടു. ഇനിയിപ്പോൾ അവിടെ വരെ ട്രാവൽ ചെയ്ത് പോയി മെഡിസിൻ എടുക്കുന്നത് പോസിബിൾ അല്ല. നമുക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലും ട്രീറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. IVF അങ്ങനത്തെ എന്തെങ്കിലും തന്നെ നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം ഹസ്ബൻഡ് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വേദന ഉണ്ട്, എനിക്ക് ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ പീരീഡ്സിൻ്റെ വേദന ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര വേദന. അതാണ് പോകാൻ കാര്യം, അത്ര ധൃതിയല്ലേ, നമ്മളെപ്പോഴും പോകത്തില്ല ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം ചെയ്യും, ഏതായാലും വന്നതല്ലേ, നിങ്ങൾ വന്നതിപ്പം പീരീഡ്സ് ആവാനല്ലേ, അപ്പോൾ അതിന് മരുന്ന് കഴിക്കും. പീരീഡ്സ് ആയിട്ട് സെക്കൻഡ് ഡേ വരാൻ പറഞ്ഞു. അപ്പോൾ ഒബിയസ്ലി ഓവുലേഷനുള്ള മരുന്ന് തരാനാണ്, അതറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ആയാൽ മതി എന്നുള്ള ഇതിൽ ഞാൻ പീരീഡ്സിന് ആകാനുള്ള മരുന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, അമ്മ ഇതുപോലെയാണ് സംഭവം, ഭയങ്കര വയറുവേദന, ഒരു രക്ഷയില്ല. അമ്മ പറഞ്ഞു ഇത്രയും ഗ്യാപ്പ് വന്നതല്ലേ, ഇത്രയും നാളും ഈ മെഡിസിൻ ആയിരുന്നെങ്കിലും കറക്റ്റ് പീരീഡ്സ് ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. നിങ്ങൾ അല്ലാതെ എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്, നീ ഇവിടെ വെക്കും മരുന്ന്, നീ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. ഒരു കിറ്റ് വാങ്ങിച്ച്, ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ച് ചെക്ക് ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു. 2 ദിവസമൊക്കെ ഞാൻ അങ്ങനെ ആശയോട് പറഞ്ഞു, ആശയ വാങ്ങിക്കുക. അപ്പം നമുക്ക് മേടിച്ച് മടുത്തു. ഒരുപാട് ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കത് വലിയ കാര്യമായില്ല. പിന്നെ അതിനൊരു ഇതൊന്നുമില്ല, മേടിച്ച് നോക്കണം എന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. അതൊക്കെ പോയി, ആ ഒരു സ്റ്റേജ് എത്തി ഞങ്ങൾ. അപ്പോൾ അശു പറഞ്ഞു ഓക്കെ, ഈവനിങ് ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയി, ഇല്ലെങ്കിൽ എനിക്ക് മരുന്ന് കഴിക്കണം, അതിനുവേണ്ടി ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയി ഒരു കിറ്റ് വാങ്ങിച്ചു. നോക്കി, നമ്മൾ നോർമലി യൂറിൻ നോക്കി, അപ്പോൾ ഒരു ലൈൻ നമ്മൾ ശരി വെച്ച്, ഒന്നുമില്ല എന്നും പറഞ്ഞ് നമ്മൾ പോയി. നമ്മൾ സ്ഥിരമായതുകൊണ്ട് നമ്മളങ്ങനെ നോക്കാറില്ലാതെ നമ്മൾ ആ ക്ലോസറ്റിൻ്റെയോ അവിടെ എവിടെയെങ്കിലും അതിൻ്റെ മുകളിൽ വെക്കും, കബോർഡിൻ്റെ മുകളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ രാവിലെ പതിവ് പോലെ. പക്ഷെ എപ്പോഴും ഏർലി മോർണിംഗ് ആയി നോക്കുന്നത്. ഫസ്റ്റ് യൂറിനാണ് കുറച്ചൊരു ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്ന പോലെ പറയാം. അപ്പം ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്, ഫസ്റ്റ് സാമ്പിൾ. അപ്പം വെച്ചിട്ട് നമ്മൾ പോന്നു. പക്ഷേ അപ്പോൾ ആശു ഓഫീസിലേക്ക് പോയി. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോൾ എപ്പോഴും ടോയ്ലറ്റിൽ ഞാൻ പോയപ്പോൾ ഞാനിതിങ്ങനെ നോക്കിയപ്പോൾ ഇതിൽ 2 ലൈൻ വന്ന് കിടക്കുന്നു. അപ്പോൾ എന്ത് പറ്റി 2 ലൈൻ? ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത്രയും നാൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കങ്ങനെ ഇത് ഇവിടെ ഇരുന്നാൽ പോലും അങ്ങനെ 2 ലൈൻ വരുന്നതായിട്ട് എനിക്ക് അറിയില്ല. അപ്പം ഏതായാലും എന്താണെന്നൊരു ഡൗട്ട്. അപ്പം ഞാനിങ്ങനെ ആശു വിളിച്ചൊന്നും പറഞ്ഞില്ല. ആശു വന്നപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 2 ലൈൻ ഉണ്ട്, പക്ഷേ ഇതുവരെ ഇങ്ങനെ. ഇപ്പം നെക്സ്റ്റ് സൺഡേ ആണ്, അടുത്ത ദിവസം സൺഡേ ആണ്, സാറ്റർഡേ ആയിരുന്നു, നെക്സ്റ്റ് സൺഡേ അങ്ങനെ എന്തോ അവധി ആശുവിന്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ ഒരു 2 ലൈൻ വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് വേറൊരെണ്ണം വാങ്ങി ടെസ്റ്റ് ചെയ്താലോ. അപ്പം ഇതിൻ്റെ ബാക്കിലൊക്കെ വായിച്ച് നോക്കി, കിറ്റിൻ്റെ ബാക്കിൽ. അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് 5 മിനിറ്റ്സിനുള്ളിൽ നോക്കുന്നതാണ് കറക്റ്റ് റിസൾട്ട്. വിത്തിൻ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടോ അങ്ങനെയുണ്ട്. അല്ലാതെ ഇത്ര മണിക്കൂർ കഴിഞ്ഞ് നോക്കുന്നതൊന്നും ഇത് ആക്യുറേറ്റ് അല്ല എന്നാലും അവർ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇനി വല്ല റിയാക്റ്റ് ആയ വല്ല സോപ്പ് വെള്ളമോ വല്ലതൊക്കെ വീണിട്ടത് റിയാക്റ്റായി വല്ല ലൈൻ വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഒരെണ്ണം കൂടി വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ടും നെക്സ്റ്റ് ഡേ നമ്മൾ ചെയ്തില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിഞ്ഞു. അന്ന് ചെയ്തില്ല, നെക്സ്റ്റ് ഡേ ചെയ്തത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇതുപോലെ എടുത്ത് ഞാനെങ്കിൽ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാനിത് ഇവിടെ വെക്കാം, ഞാൻ യൂറിൻ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് നോക്കാം എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് നോക്കിയപ്പോൾ 2 ലൈൻ വന്നു. അപ്പോൾ പോസിറ്റീവ് ആയിരിക്കുമോ? പക്ഷേ നമുക്കറിയാം. ലാസ്റ്റ് പറയാൻ നിൽക്കി ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഡോക്ടർ നമ്മൾ ആ മെഡിസിൻ എടുത്ത് ഡോക്ടർ തൊട്ടപ്പുറത്തുണ്ടെന്ന് പറഞ്ഞില്ലേ, ഡോക്ടർ ഉണ്ടാകുന്നൊന്ന് ചോദിക്കും, നമുക്കിപ്പോൾ തന്നെ പോയി ചോദിക്കാം. അപ്പം നമുക്കങ്ങനെ ഇത് വന്നില്ല, എന്താണ് ഇത് സംഭവിച്ചതെന്ന് അറിയില്ല. ഇത്രയും നാളും ട്രീറ്റ്മെൻറ്റ് എടുത്തു, IUI ചെയ്തു, ഒന്നും പോസിറ്റീവ് ആയില്ല. 1 മാസം മെഡിസിൻ നിർത്തിയപ്പോൾ അങ്ങനെ പോസിറ്റീവ് വരുന്നു. അപ്പം ഡോക്ടറൊക്കെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു അപ്പോൾ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞു. ഡോക്ടറോട് ചിലർ വന്ന് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ മെഡിസിൻ ഒന്ന് ആകാനുള്ള തന്നു, അത് നിങ്ങൾക്ക് കഴിക്കേണ്ടി പോലും വന്നില്ല. അപ്പോൾ ചിലർക്ക് അങ്ങനെ ലക്കിയാണ്. ഡോക്ടർ കുറേ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയത്.
എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്കൊന്നുകൂടെ ബ്ലഡ് ടെസ്റ്റിന് മുമ്പ് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പം ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ തന്നെ വന്ന് സ്കാൻ ചെയ്ത് ഞങ്ങളെ കാണിച്ചൊരു സാക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഗ്രോത്ത് ഒന്നും ആയിട്ടില്ല, സാക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം ഉള്ളതാണ്, പോസിറ്റീവാണ്, പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ 1 വീക്ക് കഴിഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റിനൊക്കെ എഴുതി തന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പിന്നെ നമ്മൾ പോസിറ്റീവായി നമ്മളെ വീട്ടിൽ വിളിച്ച് പറയുന്നത് എല്ലാവരും അറിഞ്ഞു, നമ്മൾ ഹാപ്പിയായി. പിന്നെ നമ്മൾ ആ ഹോസ്പിറ്റലല്ല കാണിച്ചത്, ഫോർട്ടിസ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, പുതിയൊരു ഹോസ്പിറ്റൽ, ചെറിയ ഹോസ്പിറ്റൽ. നമ്മളിപ്പം ആറ്റുനോറ്റ് ഇങ്ങനെയൊന്നും ഇനി ആയിട്ട് ഇതിനി ഇവിടെ ചെറിയ ഹോസ്പിറ്റലിൽ നമുക്കൊരു പേടി, നമുക്കൊരു നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാന്നുള്ള രീതിയിൽ ഫോർട്ടിസ് എന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വരെ ചെന്ന് ഡോക്ടറെ കണ്ട് അടുത്ത സ്കാനിങ് വരെ നമുക്കൊരു ടെൻഷനായിരുന്നു, ഉള്ളതാണ് എന്താ സംഭവമാണ്. അപ്പോൾ അവിടെ ചെന്നു ഇതുപോലെ സ്കാൻ അവരും സ്കാൻ ചെയ്തു. ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞപ്പോൾ അവരൊന്നുകൂടെ സ്കാൻ ചെയ്തപ്പം ഗ്രോത്ത് ഉണ്ട്. അന്ന് അവിടെ നിന്ന് എടുത്ത ബ്ലഡ് ടെസ്റ്റിനേക്കാളും HCG ലെവൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ കൺഫേം ആണ്, കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. പ്രത്യേകിച്ച് റിസ്ക് ഉള്ള പ്രഗ്നൻസി ഒന്നുമല്ല, റെസ്റ്റ് ഒന്നും വേണ്ട, നോർമലി ഫങ്ഷൻ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അപ്പം ഇത്രയും വർഷങ്ങളോളം ട്രീറ്റ്മെൻറ്റ് എടുത്തതെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 4 years ആയിക്കഴിഞ്ഞ് 6 yearsില്ല 6 വർഷം കഴിഞ്ഞപ്പോൾ 6ാമത്തെ വർഷമാണ് എനിക്ക് ഞാൻ ഡെലിവറി ആയത് 2023. അപ്പം ആ ഒരു 3 years ഞങ്ങൾ കണ്ടിന്യൂസ് മെഡിസിനിലായിരുന്നു. അപ്പം ചിലർ പറയും, ഇപ്പം എൻ്റെ കൂടെ ഈ സബൈൻ ഹോസ്പിറ്റലിൽ IUI ചെയ്യാൻ ഒത്തിരി പേഷ്യൻസ് ഒരുമിച്ച് അവർ ചെയ്യുന്നത്. അപ്പം ലേബർ റൂം പോലെ അപ്പുറത്ത് ബെഡിൽ കർട്ടൻ ഇട്ട് അങ്ങനെയാണ് കിടത്തിയേക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ പരിചയപ്പെട്ടൊരു പോലീസുകാരി ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്നോട്. അപ്പോൾ അവരോട് ഡോക്ടർ പറഞ്ഞു 2 IUI കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ഗ്യാപ്പ് എടുക്ക്, എന്നിട്ട് മെഡിസിൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം മെഡിസിൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. ചിലപ്പം ഇത്രയും നാളെ ഒരു മെഡിസിനിൽ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ, അപ്പം അതൊന്ന് റിയാക്ട് ചെയ്യും. പിന്നെ എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കാം, ചിലപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് നോർമൽ ആവാനും ചാൻസ് ഉണ്ട് എന്ന് ആ ചേച്ചിയോട് പറഞ്ഞെന്ന് പിന്നീട് ചേച്ചി എന്നോട് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ലൈഫിൽ അതായിരിക്കും സംഭവിച്ചത്. അത്രയും നാൾ മെഡിസിനിൽ ഓടിക്കൊണ്ടിരുന്നിട്ട് ആ ഒരു 1 month ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് അറിഞ്ഞിട്ടില്ല. നമ്മൾ ഒരുപാട് ബൈക്കിൽ ആ സമയത്ത് ബാംഗ്ലൂർ കാറിൽ പടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബൈക്കിൽ ട്രാവൽ ചെയ്യും. ഞാനിപ്പോൾ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊക്കെ നമുക്ക് പേടിയായിരുന്നു. പിന്നെയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെ. അതിൻ്റെ ഇടയിൽ കുറേ ഫ്രണ്ട്സൊക്കെ കസിൻസൊക്കെ വന്ന് വീട്ടിൽ നമ്മൾ കുറേ പാർട്ടിയൊക്കെ നടത്തി, അങ്ങനെയൊക്കെ ആ ഒരു ഇതിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണെന്നറിയാൻ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ നമുക്കൊരു പ്രശ്നമില്ലാതെ 3 months നമ്മൾ ഫ്ലാറ്റിൽ തന്നെ ബാംഗ്ലൂരിൽ നിന്നു. അമ്മ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നാട്ടിൽ തന്നെ ഡെലിവറി ചെയ്യാം. പക്ഷെ എനിക്ക് അവിടെ ഇഷ്ടമായിരുന്നു എന്ന് വെച്ചാൽ അവിടെ ലേബർ റൂമിലാണെങ്കിൽ ഹസ്ബൻഡിനെ കയറ്റും. ഇവിടുത്തെ പോലെ സ്പെഷ്യൽ നമ്മൾ എന്താ പറയുക റൂമും ബുക്ക് ചെയ്യേണ്ട, നമുക്ക് അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നുമില്ല. നോർമൽ ഡെലിവറിക്ക് അവിടെയൊക്കെ എന്താണേലും ഹസ്ബൻഡ് നിർത്തും. സർജറിക്ക് ഈവൻ സിസേറിയന് പോലും നിർത്താറുണ്ട്. അപ്പം അവിടെ ആയിരുന്നു എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ സ്മെല്ല് പിടിക്കുന്നില്ല, എന്തോ വീട്ടിൽ വരാനുള്ള ഒരു ഇതായിരുന്നു. എനിക്ക് ഛർദിലും വേറെ ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ സഭയിൽ ഇത് അറിയിച്ചിട്ടുമില്ല, അവരെ വിളിച്ച് താങ്ക്സ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടുമില്ല. നമ്മൾ അവരാരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിച്ചത്. പിന്നീട് ആദ്യം നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോയില്ല ആ ഹോസ്പിറ്റൽ, നമ്മൾ തൊട്ടടുത്താണ്, ഡെലിവറിക്ക് മാത്രമുള്ള ഹോസ്പിറ്റലാണ്. അങ്ങനെയാണ് അവിടെ കാണിച്ചത്. അത് ഞാൻ ഡെലിവറി സ്റ്റോറി ആയിട്ട് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് ആ വീഡിയോ. അപ്പം ഇതാണ് എൻ്റെ ഒരു ഫെർട്ടിലിറ്റി ജേണി. ഇതും കൂടെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് സബൈൻ എന്ന് വെച്ചാൽ നോർമലി ഞാൻ കൺസീവ് ആയെങ്കിലും ഇതിൻ്റെ പുറകിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റും മെഡിസിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ മേജർ ഒരു പങ്ക് വഹിച്ചത് ഈ സബൈൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അവിടെ ഞാൻ ചെല്ലുമ്പം ഒത്തിരി പ്രായമുള്ള 40-45 വയസ്സുള്ളവരൊക്കെ വന്നിട്ടുണ്ട് ഈ ഫെർട്ടിലിറ്റിക്ക് വേണ്ടി. അപ്പോൾ അത്രയും ആൾക്കാർ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഈ ലാപ്രോസ്കോപ്പി തന്നെ അവർക്ക് മേജർ ആദ്യമേ ചെല്ലുമ്പോഴുള്ളൊരു പ്രൊസീജിയർ പോലെ തന്നെയാണ് ഈ ലാപ്രോസ്കോപ്പിക് സർജറി. ആ യൂട്രസ് ഫുള്ളൊന്ന് ക്ലീൻ ആക്കുന്ന ഒരിത്. പക്ഷേ അവിടെ പോയവർക്കൊക്കെ റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഞാൻ റെക്കമെൻഡ് ചെയ്ത് പോയ എൻ്റെ കസിൻ ഈ കഴിഞ്ഞിടയ്ക്ക് അവൾ ദുബായിലായിരുന്നു. വന്നപ്പം ഞാനാ പറഞ്ഞടി അവിടെ ഒന്ന് കാണിച്ച് നോക്കുക. അവർക്ക് 3-4 years ആയിട്ട് പിള്ളേരില്ല. അവിടെ എന്തോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം
എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് അവർ മെഡിസിൻ എടുത്ത് അവർ പിന്നെ ദുബായിൽ പോയി. അവിടെ ചെന്നാണ് അവർ മെഡിസിനും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇപ്പോൾ ഈ സർജറി ചെയ്ത് 2 months കഴിഞ്ഞപ്പം അവളും കൺസീവായി. അങ്ങനെ ഒത്തിരി കേസുണ്ട്. അപ്പോൾ എൻ്റെ അറിവ് ഞാൻ റെക്കമെൻഡ് ചെയ്ത് പോയൊരു ആൾക്ക് വരെ ആയി കുട്ടി. അവളുടെ 28 കഴിഞ്ഞ് അവളിപ്പോൾ തിരിച്ച് വീണ്ടും ദുബായിക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ എനിക്ക് അത്രയ്ക്ക് ഷുവറാണ് ആ ഹോസ്പിറ്റലിനെ കുറിച്ച്. അപ്പം ഇതുപോലെ പിള്ളേരില്ലാതെ ഇപ്പം അങ്ങനെ പിള്ളേരില്ലാത്തതൊന്നുമല്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടും ആവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ വന്ന് നോക്കി. സബൈൻ ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഫേമസ് ആണ്. നിങ്ങൾ അടിച്ചു നോക്കുമ്പോൾ തന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ തന്നെ കിട്ടും ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ്. ശരി, ആദ്യത്തെ ഒരു വിസിറ്റ് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾക്കൊരു ഹാപ്പി എൻഡിങ് ഉണ്ടാവും അവിടുന്ന്, അന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വെച്ചാൽ അല്ലാതെ തന്നെ ഞാൻ ഒത്തിരി പേര് അവിടുന്ന് അറിഞ്ഞു. ഇപ്പം ഞാൻ പോയത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കസിൻ അങ്ങനെ ആയിട്ടാണ് IVF ചെയ്ത് ട്വിൻ ബേബീസ് ഉണ്ടായി. അപ്പോൾ അതറിഞ്ഞാണ് ഞാൻ പോയത്. പിന്നെ ഞാനും ഒരാൾക്ക് റെക്കമെൻഡ്, ഞാനപ്പോൾ അവളോട് പറഞ്ഞിട്ട് നിൻ്റെ ആരെങ്കിലും ഇതുപോലെ വരുവാണെങ്കിൽ നീയും പറയണം എൻ്റെ കസിനോട്, ഇതുപോലെ ഹോസ്പിറ്റലുണ്ട്, അങ്ങനെ അവളുടെ ഫ്രണ്ട് സർക്കിളിലും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതേ ഉള്ളൂ. എന്തായാലും ഡോക്ടർ സബൈനും പിന്നെ ഹോസ്പിറ്റലും എന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു ഇതിൽ ഒത്തിരി എന്താ പറയുക ഹെൽപ്പ് ചെയ്ത ഇത് അവിടെ നിന്നായിരുന്നു ഉണ്ടായത്. വെച്ചാൽ ഇപ്പം എനിക്ക് തൈറോയിഡുള്ള അറിഞ്ഞതും, ഇപ്പോൾ ഒരു സിസ്റ്റമൊന്നും ഇല്ലെങ്കിൽ പോലും PCODയുടെ ആ ഒരു സർജറി, അതും ഭയങ്കര എന്താ പറയുക ഒരു കത്തിയൊന്നുമല്ല ഹോസ്പിറ്റൽ, ഭയങ്കര. ഇപ്പം എന്നോട് അന്ന് പറഞ്ഞ സർജറിക്ക് എന്തോ ഒരു എമൗണ്ട് ആവുമെന്ന് പറഞ്ഞു, ഇപ്പം പറയുന്നില്ല. അപ്പോൾ ഇനി ചേഞ്ചസ് ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അപ്പം ഒരു എമൗണ്ട് ആവുമെന്ന് പറഞ്ഞു. പക്ഷേ ഫൈനൽ ബില്ല് വന്നപ്പം അതിന് കുറവായിരുന്നു. വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഏത് ഹോസ്പിറ്റലിനേക്കാളും ചീപ്പാണ് അവിടെ. അപ്പോൾ ചിലർ പറയും IVFനൊക്കെ ലക്ഷക്കണക്കിന് രൂപയായില്ലേ, IUIക്കാണെങ്കിലും ലക്ഷം, അത്ര ഒന്നുമില്ല, അതൊന്നുമില്ല. ഞാൻ ആദ്യം IUI ചെയ്ത എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൻ്റെ ഒരു 10% എനിക്ക് ഇവിടെ ആയ റേറ്റ് ഈ IUI ചെയ്യാൻ. അത്രയും ഡിഫറൻസ് ഉണ്ട്, ആനയും ഉറുമ്പും പോലത്തെ ഡിഫറൻസ് ഉണ്ട് IUIയുടെ റേറ്റിനൊക്കെ. അപ്പോൾ അത്രയും ചീപ്പാണ് അവിടെ. അപ്പം വലിയ സെറ്റപ്പ് ഇപ്പോൾ ഒരു പണിയുന്നുണ്ടെന്ന് തോന്നുന്നു പുതിയ ഹോസ്പിറ്റലിൽ. വലിയ സെറ്റപ്പ് ഹോസ്പിറ്റലൊന്നും അല്ല, എങ്കിലും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ അറിയാൻ. പക്ഷേ ഇഷ്ടംപോലെ കോഴിക്കോടൊന്നും, ഇതിവിടെ എൻ്റെ വീട് ആലപ്പുഴയാണ്, ഈ സംഭവം തൊടുപുഴയാണ്. മൂവാറ്റുപുഴ എന്ന് പറയുന്നത് ഏത് ഡിസ്ട്രിക്റ്റാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ മൂവാറ്റുപുഴയിലാണ്. പക്ഷെ കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിനെക്കുറിച്ച്, എല്ലാവർക്കും റിസൾട്ടും ഉണ്ട്. പിന്നെ അപ്പം ഇത് ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചൊന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ കാണുന്നവർക്ക്, നിങ്ങൾക്കോ നിങ്ങളുടെ ആരുടെങ്കിലും ഇതുപോലത്തെ കേസ് ഉണ്ടെങ്കിൽ അവർ ഒന്ന് പറയുക. സബൈൻ ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ജസ്റ്റ് പോയി കൺസൾട്ട് ചെയ്യാൻ പറയുക. അപ്പം അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ഇൻഫെർട്ടിലിറ്റി ടു ഫെർട്ടിലിറ്റി ജേർണി. അപ്പം പിന്നെ നടന്ന സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടോ, പിന്നെ എൻ്റെ ഡെലിവറി സ്റ്റോറി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കാണാത്തൊരതൊന്ന് കാണുക. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.